അല്ല ഇപ്പോൾ പണ്ടൊക്കെ ഈ ലോഹിതദാസ്, ഫാസിൽ, ബാലേന്ദ്ര മേനോൻ ഇവരൊക്കെ ഓരോരോ നായികമാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതൊക്കെ അവരുടെ മനസ്സിലെ സങ്കല്പത്തിനനുസരിച്ചുള്ള നായികമാരെ കണ്ടെത്തി അവതരിപ്പിച്ചതാണ്. അപ്പോൾ അതുപോലെ നിമിഷ അവതരിപ്പിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളെന്ന് പറയാൻ പറ്റുന്നവരോ വന്നിട്ടുണ്ടോ? ഉണ്ട്. അശ്വിൻ കെ കുമാർ, അത് നമ്മുടെ ജേക്കബിലെ വില്ലൻ ഗൗതം വാസുദേവ് മേനോൻ സാർ ആയിരുന്നല്ലോ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ചെന്നൈ ഫ്ലഡ്സിൽ പുള്ളിക്ക് വരാൻ പറ്റാണ്ടായപ്പം വിനീതേട്ടൻ ഇങ്ങനെ വിളിച്ചു എന്നെ, എന്നിട്ട് പറഞ്ഞു നിമിഷ നമുക്ക് അശ്വിനെ ആക്കാമെന്ന് പറഞ്ഞു വില്ലൻ. അപ്പോൾ പുള്ളി അതിൻ്റെ മുന്നേ ഞാനൊരു അതിൽ ഫുൾ ഫീച്ചേർഡ് റോൾസ് തന്നെയാണ്. ആ പടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസിലിരുന്നിട്ട് അമ്മേനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരാളും അതുപോലെ പാസ്പോർട്ടിൽ പറ്റിക്കുന്ന ആൾക്കാരും, കാരണം കുറേ അത്രയും ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ പ്രോപ്പർ ഡയലോഗ്സ് ആയിട്ട്, അവരെല്ലാം ഞാൻ ആ കാസ്റ്റ് ചെയ്തു. പക്ഷെ അശ്വിനെ ഞാൻ എടുത്തു പറയാൻ കാരണം പുള്ളി ഭയങ്കര നോട്ടഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടും പടങ്ങൾ ചെയ്തു. ധ്രുവങ്ങൾ 16, ആഹാ, അങ്ങനെ കുറേ പടങ്ങൾ പുള്ളി ചെയ്തു, തമിഴിലായാലും മലയാളത്തിലായാലും. അപ്പോൾ പുള്ളി അതുപോലത്തെ ഒരു ഓഫീസ് റോളിലേക്കാണ് ഞാൻ ആദ്യം എടുത്തത്. അത് ഞാൻ പറഞ്ഞത് ചിലവരുടെ അവരെ പക്ഷേ ആ ഡയറക്ടേഴ്സ് കണ്ടപ്പോൾ നേരെ പുള്ളീനെ പിന്നെ പുള്ളി മാറിയത് എന്താ പറയാ ക്യാരക്ടർ റോളിലേക്കാണ്. എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നിച്ച നിവിൻ ചേട്ടനും എല്ലാവരും ഇരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചെയറിട്ടിട്ട് അശ്വിൻ ഇരിക്കുമ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും ഗുഡ് മോർണിംഗ് പറയുമ്പോൾ പുള്ളിയോടും കൂടിയിട്ട് ആ ഒരു റെസ്പെക്ട് കൊടുക്കാന്ന് പറയുന്നത് എനിക്കൊരു അഭിമാനമായിരുന്നു. അത് കാണാൻ പറ്റിയത്. നായികമാര് മനോഹരത്തില് നതാഷ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറിനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വിനീതേട്ടൻ്റെ ബോസായിട്ട് വന്നൊരു 2 നായികമാർ അതിലുള്ളത്. അതിൽ ഈ കുട്ടിയെ ഇതുപോലെ ഞാൻ കാസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മോസ്റ്റ്ലി വില്ലന്മാരാണ് വരുന്നത്. ഇപ്പോൾ കുറിപ്പിലാണെങ്കിലും 2 വില്ലന്മാരാണ്. അതായത് വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് DQനെ എന്താ പറയുക സഹായിക്കുന്ന ഒരു അറബിക് ക്യാരക്ടർ ഉണ്ട്, പിന്നെ DQൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഫോറിനർ ഉണ്ട്. ഈ 2 ആൾക്കാരാണ്. അപ്പോൾ ഹൃദയം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് കുറിപ്പ് വന്നത്. അപ്പം അന്നത്തെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രണവ് മോഹൻലാലും ഒന്ന് ദുൽഖർ സൽമാനും എന്നുള്ളൊരു സംഭവമായിരുന്നു. കുറിപ്പിന് എനിക്ക് ട്രാവൽ ചെയ്യണമായിരുന്നു. ദുബായിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മാംഗ്ലൂർ, അഹമ്മദാബാദ് ഇവിടെയൊക്കെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അതിൽ ഞാൻ ഡയറക്ടറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ബിഗിനിങ്ങിൽ. അസോസിയേറ്റ് ആണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്, അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ അതിൽ ഡയറക്ടറിന് ആക്ച്വലി ഒരു എന്താ പറയാം ഒരു പ്രത്യേകം തരം ലുക്കായിരുന്നു ഡയറക്ടറിന് വേണ്ടത്. അതായത് പീരിയഡ് ഫിലിമാണ്. അപ്പോൾ പണ്ടത്തെ അറബികൾ എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ശ്രീനാഥിൻ്റെ ബ്രീഫ് എനിക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ദുബായിലായതുകൊണ്ട് ഈ പണ്ടത്തെ അറബ്സ് എന്നൊക്കെ പറയണതിന് നല്ല ലോക്കൽ അറബ്സ് ലുക്ക് വേറെയാണ്. നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു കട്ട് ഷേവും കാര്യങ്ങളും അല്ല. അപ്പോൾ ഞാൻ അതിലേക്കും എന്നെ ഇൻപുട്ട് ചെയ്യാൻ സമ്മതിക്കാറുണ്ട് ചില ഡയറക്ടേഴ്സ്. അപ്പോൾ അവരുടെ തന്ന ലുക്ക് റെഫറൻസ് ഒത്തിരി മാറിയിട്ടുള്ള ഒരാളെയാണ് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പം ഞാൻ ചോദിച്ചു, ഒന്ന് വീഡിയോ കാണും, ഓഡിഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓഡിഷൻ കണ്ടിട്ട് അവരുടെ ബ്രീഫ് മാറി ഇതിലേക്ക് വരികയായിരുന്നു. അതും എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു അപ്രീസിയേഷൻ തന്നെയാണ്. ഞാൻ കൊടുത്ത ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് ആ പുള്ളി അവരുടെ ക്യാരക്ടർ സ്കെച്ചിൽ ഒക്കെ മാറിയിട്ടുള്ള ഒരു പുള്ളിയാണ് പിന്നെ ഇതിലേക്ക് വരുന്നത്. പിന്നെ ഫോറിനറിൻ്റെ ഒരു ക്യാരക്ടറും ഉണ്ടായിരുന്നു. അപ്പോൾ കുറിപ്പും ഭയങ്കര നോട്ടഡായെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാത്തിലും ഞാൻ കൊണ്ടുവരുന്നത് എക്സിസ്റ്റിംഗ് ആൾക്കാരെ അല്ല, ന്യൂ ഫേസസ് ആണ്. ആൻഡ് ഇവർക്കെല്ലാവർക്കും ഇത് കഴിഞ്ഞിട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഈ തിരക്കഥ വായിക്കുമോ അതോ കഥാപാത്രങ്ങളുടെ സ്കെച്ച് എങ്ങനെയാണ് അത് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്? അപ്പം വിനീതേട്ടൻ എപ്പോഴും ഫുൾ സ്ക്രിപ്റ്റ് പറഞ്ഞു തരും എനിക്ക്. ജേക്കബ് ദിനേശ് ഏട്ടനായതുകൊണ്ട് ഇങ്ങനെ പോർഷൻസ് ആയിരുന്നു എനിക്ക് പറഞ്ഞത്. ഹൃദയം എനിക്ക് ഫുൾ സ്ക്രിപ്റ്റ് നറേഷൻ ഒരു 2-2.5 മണിക്കൂർ ഏട്ടൻ എനിക്ക് തന്നിരുന്നു. എനിക്ക് നറേഷൻ ഞാൻ നാട്ടിലുള്ള സമയത്ത്. അതുപോലെ കുറിപ്പും എനിക്ക് സ്ക്രിപ്റ്റ് വന്നു, ഇവരുടെ പോർഷൻസ് വന്നു. അപ്പോൾ ഇവരുടെ പോർഷൻസ് തന്നെയാണ് അവർ ചോദിക്കും എൻ്റെ അടുത്ത് ഫുൾ സ്ക്രിപ്റ്റ് അറിയണം. ഞാൻ മാക്സിമം പറയാം എനിക്ക് എൻ്റെ പോർഷൻ അറിഞ്ഞാൽ മതി എന്ന് തന്നെയാണ് ഞാൻ പറയാറ്. മഹേഷ് ചേട്ടൻ ഇതുപോലെ പറയും, പക്ഷേ എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ടല്ലെങ്കിൽ ഓവറോൾ അത് മതി. ഓരോ ഡയറക്ടേഴ്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മഹേഷ് ചേട്ടൻ ഭയങ്കര ക്വിക്കായിട്ട് ബ്രീഫ് വരുന്ന ആളാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. മഹേഷ് ചേട്ടൻ്റെ എക്സ്പീരിയൻസിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ ഇത് കുറിപ്പും അങ്ങനെ തന്നെ ഇത് വരും. ഞാൻ ഒത്തിരി ടൈം എടുക്കാറില്ല, ഞാൻ പറയാറില്ല. അവർ തരുന്ന സമയത്ത് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അത് ഉണ്ടാവും. ഓൾറെഡി ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വീഡിയോ അയച്ചാൽ എനിക്ക് അപ്പം സ്ട്രൈക്ക് ആവും. അപ്പോൾ കുറച്ച് ഓപ്ഷൻസേ കൊടുക്കുള്ളൂ, എന്നിട്ട് അത് ഫൈനലൈസ് ആവാനായിട്ട്. സംശയം ചോദിക്കാം. നിങ്ങൾ ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതും ദുബായിലാണ്. മലയാള പശ്ചാത്തലത്തിലുള്ള സിനിമകൾക്കുള്ള ക്യാരക്ടേഴ്സിനെ കണ്ടെത്താൻ ഇവിടുത്തെ ജീവിതാനുഭവം വേണ്ടേ ശരിക്കും? അത് ബുദ്ധിമുട്ടാണ്. ദുബായിൽ ജീവിച്ചെങ്കിലും ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു ഞാൻ നാട്ടിൽ. അച്ഛൻ ഇപ്പോൾ അവിടെ ഇപ്പൊക്കെ നോക്കുകയാണെങ്കിൽ അച്ഛനൊരു 50 years ആയി.
നാട്ടിൽ. പിന്നെ ഒരു 2017 ഐ ഗോട്ട് മാരിഡ് ഇൻ 2017. അപ്പോൾ ഞങ്ങൾ ഭയങ്കര നാടായിട്ട് കണക്റ്റഡ് വെച്ചാൽ അപ്പോൾ എന്താ പറയുക ഒരു 2 years ആകുമ്പോൾ നാട്ടിലേക്ക് വെക്കേഷന് വരും. അപ്പോൾ വീട്ടിൽ മലയാളമാണ് സംസാരിക്കുക. അച്ഛനും അമ്മയും എന്താ പറയുക വെരി നാട്ടിലായിട്ട് ഭയങ്കര കണക്റ്റഡ് ഒരു എന്താ പറയുക അങ്ങനെ ഭയങ്കര തൃശ്ശൂരാണ്. അപ്പം നാട് എനിക്ക് ദുബായിൽ ആക്ച്വലി അവിടുത്തെ ഓണം വിഷുവാണ് ഇവിടത്തെങ്കാട്ടി ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം പിന്നെ എന്താ പറയുക എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, കസിൻസും അവരും അവിടെ തന്നെ പഠിച്ചു വളർന്നപ്പോൾ ദുബായ് ഒരു കേരളമാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ദുബായ് ഓൾമോസ്റ്റ് അങ്ങനെ ആണല്ലോ. ഈ വെതറും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി നാട്ടിലേക്ക് ആൾക്കാർ വരുമെന്ന് സംശയം. അല്ല അങ്ങനെയല്ല, പക്ഷെ ഭയങ്കര വെൽക്കമിങ് ആണ് ആ കൺട്രി സിനിമകൾക്കും എല്ലാത്തിനും. ഇപ്പം മലയാള സിനിമ കോൺക്ലേവിലേക്ക് താങ്കളെ സർക്കാർ ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു ജോലി ഈ കാസ്റ്റിംഗ് ഡയറക്ഷൻ ചെയ്യുന്ന ഒരാളിന് കിട്ടുന്നൊരു അംഗീകാരം കൂടിയാണ്. തീർച്ചയായും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഈ ടീം, ഇതുപോലെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് വേറെ ഉണ്ടോ? നിങ്ങളെങ്ങനെയാണ്, അങ്ങനെ നിങ്ങളുടെ കൂട്ടായ്മയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ഒരു കൂട്ടായ്മയില്ല. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമകൾ അത് ഞാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യമല്ല. സിനിമകൾ ഒത്തിരി കാണുക, മലയാള സിനിമകൾ ഭയങ്കര നോളേജ് ഉണ്ടാവുക, അത്രയൊന്നും എനിക്ക് നോളേജും ഇല്ല പറയുകയാണെങ്കിൽ. ചിലപ്പോൾ ചില സമയത്ത് ചില ഡയറക്ടേഴ്സ് വലിയ ആൾക്കാരായിരിക്കും, എന്നെ ഫോൺ വിളിക്കുമ്പോൾ എനിക്കറിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അറിയാത്ത പോലെയല്ല, ഞാൻ പറയും ഓക്കെ നോർമലി സംസാരിക്കും. പിന്നെ ഗൂഗിൾ ചെയ്യുമ്പോഴായിരിക്കും അത് ഇത്രയും വലിയ പ്രൊഫൈലുള്ള ഡയറക്ടേഴ്സാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ കോൺക്ലേവിലേക്ക് എനിക്ക് തോന്നുന്നു വരാനുള്ള ഒരു മേജർ റീസൺ ഞാനും കണ്ടുപിടിച്ച് പോയി എങ്ങനെയാണ് ഞാൻ കോൺക്ലേവിൽ എത്തിയെന്നുള്ളത്. കാരണം എനിക്കൊരു മെസ്സേജ് വരുമായിരുന്നു ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇതിന് ഇൻവൈറ്റ് ചെയ്തിട്ട്. അപ്പം ഞാൻ ആദ്യം നോക്കിയത് എനിക്ക് തന്നെയാണോ എന്നൊക്കെ. അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെ ഇൻ്റർനാഷണൽ കോൺക്ലേവ് ആണ്, സോ യു ഹാവ് എ വോയിസ്, അപ്പോൾ അതുകൊണ്ടാണ് വി ആർ ഇൻവൈറ്റിംഗ് യു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ്, ഹൗ ഡിഡ് യു കണക്ട് ടു മീ എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു അവർക്ക് ജൂറി ഉണ്ട്, അതിന് അവർ മെൻഷൻ ചെയ്യും, അങ്ങനെ അവരുടെ റീസേർച്ച് ചെയ്യും, അങ്ങനെയാണ് അവർ ഇൻവൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു.